friends, I am M.A. Rashid, consultant psychologist. Today we are exploring the topic addiction. എന്താണ് അഡിക്ഷൻ? നമ്മൾ കേട്ടിട്ടുണ്ട് ഡ്രഗ് അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, സബ്സ്റ്റൻസ് അഡിക്ഷൻ എന്നൊക്കെ. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെ അഡിക്ഷനുകളെ കുറിച്ച് പറയാറുണ്ട്. കുട്ടികളുടെയൊക്കെ കൊറോണയ്ക്ക് ശേഷം മൊബൈൽ അഡിക്ഷൻ, ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒക്കെ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? വാട്ട് ആർ ദ ഇഷ്യൂസ് ഓഫ് അഡിക്ഷൻ? ഇത് എങ്ങനെ വ്യക്തികളെ, സമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ചർച്ചകളാണ് നമുക്ക് ഈ പ്രാവശ്യം നടത്താൻ ആഗ്രഹിക്കുന്നത്. വാട്ട് ഈസ് അഡിക്ഷൻ? Addiction is a chronic condition characterized by compulsive engagement in rewarding behaviors despite negative consequences. It can be manifest as a substance addiction, such as drugs of alcohol, behavioral addiction, such as gaming or social media. എന്താണ് നമ്മൾ ഈ അഡിക്ഷൻ? നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിൽ കൂടുതൽ അതിനോട് പ്രത്യേകമായൊരു അടിമത്തം ഉണ്ടാകുക, അതില്ലാതെ നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ, പ്രത്യേകിച്ച് അത് നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാക്കുന്നവയായിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റുന്നത് ഡ്രഗ് അഡിക്ഷൻ, അതായത് ലഹരിയുള്ള അഡിക്ഷൻ, അതുപോലെ ഗെയിമിനോടുള്ള അഡിക്ഷൻ, സോഷ്യൽ മീഡിയ, കൂടുതൽ സമയം അതിൽ തന്നെ ചെലവഴിക്കുക, അതിൽ നിന്ന് വിഡ്രോവൽ ആകുന്ന സമയത്ത്, അത് വീട്ടുകാരോ കുട്ടികളിൽ നിന്നാകട്ടെ തിരിച്ചു വാങ്ങുന്ന സമയത്ത്, മൊബൈൽ തിരിച്ചു വാങ്ങുന്ന സമയത്ത് വയലന്റ് ആകുക, ഇതൊക്കെ അഡിക്ഷന്റെ ലക്ഷണങ്ങളാണ്. നമുക്കും സ്വയമായിട്ട് പരിശോധിക്കാൻ പറ്റും, നമുക്ക് അഡിക്ഷൻ ഉണ്ട്. കുറച്ച് സമയം നമുക്ക് മൊബൈൽ ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നുണ്ടാവും. മൊബൈൽ അങ്ങനെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് നമ്മളേതായിട്ടുള്ള ചെറിയ അഡിക്ഷൻ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനെ നമ്മൾ എന്താണ് ഇതിന്റെ കാരണങ്ങൾ? ഇത് ചിലപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് അഡിക്ഷന്. ചില അഡിക്ഷൻസ്, ചില മാനസിക രോഗ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ചിലതിനോട് കൂടുതൽ അഡിക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതിപരമായിട്ടുള്ള, പരിസരപരമായിട്ടുള്ള നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ ചില അഡിക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പിന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, മാനസികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ജനിതകപരമായിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പാരമ്പര്യമായിട്ട് ചില ആളുകളിൽ ആ അഡിക്ഷന്റെ സാധ്യതകൾക്ക് വരാൻ സാധ്യതയുണ്ട്. മാനസികാരോഗ്യ അവസ്ഥകൾ, നമ്മളെ മനസ്സിന്റെ ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില ഹോർമോൺസിന്റെ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ നമ്മളെ ചില കാര്യങ്ങളിലേക്ക്, ചില തെറ്റായ അഡിക്ഷനുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ സമപ്രായക്കാരുടെ, അതായത് പിയർ അഡിക്ഷൻ, പിയർ കമ്പൽഷൻ എന്നൊക്കെ പറയും. അതുപോലെ സോഷ്യൽ ആയിട്ടുള്ള കമ്പൽഷൻ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മുടെ സുഹൃത്തുക്കൾ, ഇതൊക്കെ നമ്മൾ ചില അഡിക്ഷനുകളിലേക്ക്, ചില തെറ്റായ ശീലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ് ഇതിന്റെ എഫക്റ്റ്, എന്താണ് റിസൾട്ടുകൾ എന്താണെന്ന് നോക്കാം. ശാരീരികവും മാനസികവുമായ ആരോഗ്യം നശിച്ചു പോകും, ഉറപ്പാണ്. ബന്ധങ്ങൾ തകരാറാകും. നമുക്ക് നമ്മൾ വ്യക്തികൾ, വീട്ടുകാരുമായിട്ടും സമൂഹവുമായിട്ടോ നമ്മുടെ ജോലി സ്ഥലത്തോ ഒന്നും നമുക്ക് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. പിന്നെ ദൈനംദിന ജീവിതം, ഡെയിലി ലൈഫും, അതേപോലെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും വെറുതെ ഇരിക്കാൻ തോന്നും, അല്ലെങ്കിൽ ഇതിനോട് അഡിക്റ്റ് ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു കണ്ടീഷൻ ഉണ്ടാവും. ചിലപ്പോൾ അടഞ്ഞ റൂമിൽ ഇരിക്കേണ്ടി വരും. അതുമാത്രമല്ല, ജോലി സ്ഥലത്ത് പോയിട്ട് നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും. അതിന് നമ്മൾ എന്തൊക്കെയാണ് ഇതിനുള്ള ചികിത്സ എന്ന് നോക്കാം. ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ആണെന്ന് പറയാം. അപ്പോൾ ഒന്ന്, തെറാപ്പി ആൻഡ് കൗൺസിലിംഗ്. നമ്മൾ നല്ലൊരു കൗൺസിലറുടെ അടുത്ത് പോയിട്ട് തെറാപ്പിയിലൂടെ ദിനം കുറെ ദിനങ്ങളായിട്ട്, കുറെ ദിവസങ്ങളോളം തെറാപ്പികൾ നടത്തേണ്ടി വരും. അങ്ങനെയുള്ള ആ തെറാപ്പിയിലൂടെ അയാൾക്ക് അതിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അയാളെ ശരീരത്തിൽ കോഗ്നിറ്റീവ് റീവയറിങ് ചെയ്തുകൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ കൗൺസിലിംഗ്, അതുപോലെ സപ്പോർട്ട് ഗ്രൂപ്പ്സ്, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ല ഗ്രൂപ്പുകളുമായിട്ട് നമ്മൾ ഇടപെടുന്ന വഴി ചില അഡിക്ഷൻ നമുക്ക് മാറാൻ സാധ്യതയുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റു ഹോബികളിൽ പോയാൽ. പിന്നെ വേറൊരു കാര്യം, മെഡിക്കേഷനാണ്. ഒരു കൗൺസിലർ അടുത്ത് ചെന്നാൽ ഒരു 30-35% ഡിപ്രഷനോ അതുപോലെ അഡിക്ഷന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സൈക്യാട്രിസ്റ്റിനെ റെഫർ ചെയ്യുന്നുണ്ട്. സൈക്യാട്രിസ്റ്റ് മെഡിക്കേഷൻ കൊടുക്കുന്നു, അതുപോലെ തന്നെ അതിനോട് കൂടി തന്നെ തെറാപ്പിയും ഉള്ള ചികിത്സകളൊക്കെ ഉണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആൻഡ് സെൽഫ് കെയർ. നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ട്, ലൈഫ് സ്റ്റൈൽ മാറ്റി വരുത്തിക്കൊണ്ട്, അതുപോലെ സെൽഫ് കെയർ, സ്വയം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ലൈഫിൽ മാറ്റം വരുത്തണമെന്ന അതിയായ ആഗ്രഹം നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അഡിക്ഷനിൽ നിന്ന് ക്രമേണ മാറ്റി പുറത്തേക്ക് വരാൻ സാധിക്കും. അത്തരത്തിലുള്ള നല്ല ഒരു അവസ്ഥയിൽ, അഡിക്ഷനോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കട്ടെ. അഡിക്ഷൻ ഉള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മളൊരു കൗൺസിലർ അടുത്തൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെ പോയിട്ട് അതിനെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.